ഹലോ, ജുജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും മാങ്ങ വെച്ചിട്ടുള്ള അടയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ മാങ്ങ സീസണിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ വിഭവം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. മാങ്ങ വെച്ചിട്ടുള്ള അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 4 മാങ്ങയാണ്. ഇത് കാലാപ്പാടി മാങ്ങയാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയാണ് കാലാപ്പാടി മാങ്ങ. ആദ്യമൊക്കെ വീട്ടിൽ ഇത് ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് എവിടെ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ കൊച്ചിയിലൊക്കെ വന്ന ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒന്നായിരുന്നു ഈ കാലാപ്പാടി മാങ്ങ. അങ്ങനെയാണ് ലുലുവിലൊക്കെ ഇത് വരാൻ തുടങ്ങി. ലുലുവിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു മാങ്ങ ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വേറെ ഏത് മാങ്ങേനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഫ്ലഷിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കാലാപ്പാടി മാങ്ങ വെച്ചിട്ടാണ് ജുജുമ ഈ ഒരു മാങ്ങ അട ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നാട്ടിൻപുറത്തൊക്കെ ആകുമ്പോൾ ഇതുപോലെ കുറേ മാവുള്ള വീടുകളൊക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുറേ മാവുണ്ട്. അപ്പോൾ കുറേ മാങ്ങകൾ ഇങ്ങനെ താഴെ വീണ് പോയിട്ടും പിന്നെ ഇതേപോലെ നമുക്ക് കുറേ പൊട്ടിച്ചെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ മാങ്ങ സീസൺ ആവുന്ന സമയത്ത് ആ മാങ്ങ കുറേ കിട്ടുമ്പോൾ നമുക്കത് നശിപ്പിച്ച് കളയാതെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളത്, ഇതേപോലെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്, വെറുതെ കട്ട് ചെയ്ത് കഴിക്കാതെയും അതുപോലെ തന്നെ ജ്യൂസ് മാത്രം അടിച്ച് കഴിക്കാതെയും ഇതുപോലെ അടയായിട്ടും പിന്നെ അതുപോലെ വേറെ എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാങ്ങ നശിപ്പിച്ച് കളയാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ചായിട്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതാണ്. മാങ്ങ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മാങ്ങേനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെന്തൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങയുടെ ഫ്ലഷ് എല്ലാം തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവുന്തോറും മാങ്ങ ഇങ്ങനെ കുഴഞ്ഞ് വരാൻ തുടങ്ങും. അങ്ങനെ ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ജീരകമാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കണം. മാങ്ങ ഓൾറെഡി മധുരമാണല്ലോ, ശർക്കരപ്പാനി ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര മധുരമാവുമെന്ന് വിചാരിക്കരുത്. ശരിക്കും മാങ്ങയും ഈ ശർക്കരപ്പാനിയും കൂടി ആഡ് ചെയ്താൽ തന്നെ നമ്മുടെ അടയ്ക്ക് മധുരം ഉണ്ടാവുള്ളൂ. ഈ മാങ്ങ കുഴഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ചിരവിയത് കുറച്ചധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കണ്ടോ, മൊത്തത്തിലൊന്ന് കുഴഞ്ഞ് മറിഞ്ഞ് നമുക്ക് മസാല സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് വേറൊരു ഡിഷിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് അടയുടെ ഔട്ടർ പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക.
നമ്മൾ പത്തിരി ഉണ്ടാക്കണ പോലെ വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് പൊടിയിട്ടിട്ടും ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഇങ്ങോട്ടേക്ക് പൊടിയിലേക്ക് ഇട്ടിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമലി അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ജുജുമൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഡവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് ആവശ്യം ഉള്ള ഇതുപോലെ കുറച്ച് വലിയ ഒരു പീസ് നമ്മുടെ ഈ ഡൗ എടുത്തിട്ട് വാഴയിലയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈ വെച്ച് നല്ല ഈവണായിട്ട് പരത്തി കൊടുക്കുക. ഇനി അതിലേക്ക് മസാല കുറച്ചായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഹാഫ് പോർഷനിലാണ് നമ്മളിത് പരത്തി കൊടുക്കുക. നോർമലി അട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹാഫ് പോർഷൻ വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു അരഭാഗത്തോളം നല്ല ഈവണായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലാം നമ്മുടെ ഈ മസാല തീരുന്ന വരെ ഈ ഡൗ ഇതുപോലെ ഒന്ന് പരത്തി പരത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് നമുക്ക് എത്ര അട ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും അട നമ്മൾ അതിൽ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 5 അടയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ മാങ്ങ വെച്ചിട്ടുള്ള അട കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇങ്ങനെ സെൻട്രലായിട്ട് നമ്മുടെ ഈ വാഴയിലയുടെ സെൻട്രലുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത് ഒരേപോലെ ആവി കയറി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അത് അടച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് അപ്പം തന്നെ ഇത് എടുക്കരുത്, ഒന്ന് ചൂടാറിയിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ആ ഇല കറക്റ്റായിട്ട് ഈ അടയിൽ നിന്ന് വിട്ട് പോരുന്ന രീതിയിൽ കിട്ടും.
ഇനി നമുക്കിത് ഓപ്പണാക്കി നോക്കാം. കണ്ടോ? ഈ കാലപ്പാടി മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ അതിങ്ങനെ ഇത്തിരി ഹാർഡ് ഫ്ലഷാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ജ്യൂസി ആയിട്ട് മാറില്ല. അപ്പോൾ അട ഉണ്ടാക്കാനൊക്കെ അതേപോലത്തെ മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്തുണ്ടാവുക, നമുക്ക് അട കടിക്കുമ്പോൾ മാങ്ങയുടെ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് ഈ നാരുള്ള മാങ്ങകളുണ്ടല്ലോ, അതിനേക്കാളും ഇത്തിരിയുടെ ബെറ്റർ ഇങ്ങനെ കെട്ടി ഫ്ലഷ് ആയിട്ടുള്ള മാങ്ങയായിരിക്കും എന്നാണ്. അപ്പോൾ ഇതാ കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മാങ്ങ അടയുടെ റെസിപ്പി. അപ്പോൾ മറക്കണ്ട, നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങ വിഭവങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ബൈ.